പുള്ളി കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ബാക്കിൽ ആന നിൽക്കുന്നത്. ആനയുണ്ടെന്നും പറഞ്ഞ് ഞാൻ ബാക്കിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് ഇച്ചിരി മേലേക്ക് കയറിയത്തേനും പുള്ളി അവിടെ നിന്ന് തട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് ഫോൺ വരുന്നത്, പിന്നെ ആറുവട്ടം വീട്ടിലെത്തിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇവൻ താഴെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടാവും, ദേവാറിൻ്റെ ടൈം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആറുവട്ടൻ്റെ മൂത്ത മോനെ ഓടിച്ച് പോവുകയാണ്. പോയി ചെന്ന് ഫസ്റ്റ് കാണുന്നത് ഇതാണ്. ഇപ്പം കടന്ന് കാറി ചെന്ന് ഞാൻ ഓടിച്ചെന്ന് പെട്ടെന്ന് കണ്ട് ഞാൻ ഷോക്കിൽ அவனை வீணு போய் ஆள் அந்த தலையக்க சவுட்டி பொட்டிச்சு அடிக்கடி இப்போதான் அந்த யானை வழித்தடன்னு சொன்ன பிறகு தான் நிறைய யானைகள் வர ஆரம்பிச்சிருக்கு. அதுக்கு முன்னாடி ஒன்றும் கிடையாது. யானை செத்து முதல்ல செத்தது இங்கே இது மட்டும்தான். இதுக்கு முக்கிய காரணம் என்னன்னா யானை அடிச்சது மட்டும் இல்லை, இங்கே வந்து லைட்டு சுத்தமாக இல்லை, நைட்டில் செம்ம இருட்டாக இருக்குது. அது போக ரோடு வந்து ரொம்ப வருஷமாக இப்படியே தான் இருக்குது, ரொம்ப மோசமாக இருக்குது. ഇവിടെ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇയാൾ മരിച്ചോണെന്ന് നിർബന്ധമില്ലായിരുന്നു. വെട്ടത്തിൽ അയാൾ കാണാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുടയൊക്കെ സൈഡിലും തിരിഞ്ഞാ കിടന്നു, തല ഇവിടുന്ന് ഇങ്ങനെ പൊളിഞ്ഞിട്ട് തലച്ചോറ് 3 സൈഡിൽ കൂടെ ഇങ്ങനെ ചെതറി കിടക്കുക. ആ കാണാൻ തന്നെ നമുക്ക് അപ്പോഴത്തേക്കുമാണ് പുള്ളിക്കാരൻ കരയുന്ന ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ എണീറ്റ് വന്നത്. നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരനെ ആനെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ മൂപ്പര് ഒച്ച വിളി, അച്ചാ അച്ചാന്ന്. അപ്പോൾ ഇവർ കേട്ടിട്ട് ഇവരും ഇറങ്ങി വന്നിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങൊരാന ഇതിൻ്റെ ഇടയിൽ ആന നിന്നത്ര. ഇവിടെ ആന നിൽക്കുമായിരുന്നു. കുറച്ച് അങ്ങോട്ട് ആന നിന്നിട്ട് മൂപ്പരിനെ ഇവരെ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ നേരിട്ട് കണ്ടായിരുന്നേ. എന്താണ് അത് ഒരു മോഴയാനയായിരുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു. പാടിയിലേക്ക് 2 എണ്ണം പോയായിരുന്നു. ഈ കാപ്പിക്കാട്ടിലൊക്കെ ആയിരുന്നു ആ സാധനം ഉണ്ടായിരുന്നു. രാത്രി ഒരു 7 മണിക്ക് ആന ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരം വെളുത്ത് ഒരു 7 മണിയാകുമ്പോൾ ആന ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് പിന്നെ ദൂരസ്ഥലങ്ങളിൽ പണി കഴിഞ്ഞ് വരുന്ന ഒരു 8 മണീൻ്റെ ബസ്സുണ്ട് ഇവിടെ. ആ ബസ്സിന് നമ്മളിവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ തൊട്ടടുത്തേക്ക് കയറി വരാൻ പറ്റുന്നില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ ദേവർശോല മച്ചിക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ബുധനാഴ്ച രാത്രി ഒരു വയോധികൻ, അദ്ദേഹം അറുമുഖൻ എന്നു പേരുള്ള ഒരു വയോധികൻ, അദ്ദേഹം ഈ ഒരു പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നമുക്ക് ഈ ഗൂഡല്ലൂർ, ദേവർശോല, നെല്ലക്കോട്ടയം ഭാഗത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ നിരവധി തവണ കാണിച്ചിട്ടുള്ളതാണ്. വളരെ ഭീകരമായ രീതിയിലാണ് ഈ ഒരു ചേട്ടനെ കാട്ടാന അന്നത്തെ ദിവസം കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ ഒരു കാര്യം. ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. മുഖം പോലും മനസ്സിലാകാത്ത രീതിയിൽ കാട്ടാന ചവിട്ടി അരച്ച് കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ തലച്ചോറും കാര്യങ്ങളൊക്കെ വെളി വന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ളൊരു കാട്ടാന ആക്രമണമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഈ ഒരു തൊട്ടടുത്ത് തന്നെ നമ്മൾ ബിദർക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരാളെ കാട്ടാന കൊന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ഒന്ന് വെച്ച് ഈ ഒരു നീലഗിരീസ് ഡിസ്ട്രിക്റ്റിൽ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഈ ഒരു അറുമുഖൻ എന്ന് പറയുന്ന ചേട്ടനും മലയാളിയാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ കാര്യമൊക്കെ അറിയാം, എല്ലാവരും പണ്ട് കുടിയേറി പാർത്ത ആളുകളാണ്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്ക് എന്താണ് അവർ സംഭവിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെയാണ് സംഭവം നടന്നല്ലേ? ഇവിടെ നടന്നല്ലേ? പേരെങ്ങനെയാണ്? വിനീത്. എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? മിനിയാന്ന് 8:30 അല്ലേ? ഒരു പണി കഴിഞ്ഞിട്ട് 8:30 മണിയാകുമ്പോൾ വന്നോണ്ടിരിക്കും. എവിടെയാ പണി? അവിടെ നിന്ന് അങ്ങനെ വന്നോണ്ടിരുന്ന ആ ഷെഡിൻ്റെ എവിടെ വന്നോണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ഇവിടുന്ന് ഈ സ്ഥലത്തെ ആ മാങ്ങമരം അവിടെ മാങ്ങമരല്ലേ, ആ മാങ്ങമരം ചവിട്ടിൽ കുലുക്കിയിട്ട് ഉണ്ടായിരുന്നു അവിടെ. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് മൂപ്പര് ഇവിടുന്ന് അങ്ങനെ കുടയും പിടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പീപ്പിളിൻ്റെ ഒച്ച കേട്ടു. പീപ്പിളിൻ്റെ ഒച്ച എന്ന് ഓടിക്കണ നാട്ടുകാർ. അപ്പോൾ അവിടുന്ന് ഒരു ഏട്ടെ ലൈറ്റ് അടിച്ചു കൊടുത്തുണ്ട് മൂപ്പർക്ക്, അങ്ങനെ പറഞ്ഞു വണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി കയറി വന്നു എന്നാ പറഞ്ഞു. വന്നിട്ട് അങ്ങനെ മേലെ വണ്ടി കയറി പോയപ്പോൾ അപ്പോൾ അവർ ലൈറ്റ് അടിച്ചു കൊടുത്തവർ മേലെ നിന്ന് ആന ഒച്ച കേട്ടു, ആന സൗണ്ട് കേട്ടപ്പോൾ അവർ വീട്ടിൻ്റെ ഉള്ളിൽ ഓടി. പിന്നെ ഇത് മൂപ്പര് താഴ്ന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ആന കണ്ടു.
കണ്ടതും ഈ പീപ്പിളിൻ്റെ ഒച്ച കേട്ടു. എതിരെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഇതിലെയാ ഇങ്ങനെ ഇറങ്ങി? ആ, ഇവിടെ ആയിരിക്കും അല്ലേ? അതായത് അങ്ങനെ അവിടെ നിന്ന് ഈ ഒരു വഴിക്ക് ഇങ്ങനെയാട്ടോ ഇറങ്ങി വന്നേ. ഇവിടെ വെച്ചാൽ നടന്നു. ഇവിടെ വെച്ചാലേ? കൊമ്പനാന തന്നെയാ? കാന ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അല്ല, മുപ്പര് ചെരുപ്പായിരിക്കുമല്ലോ അത്? ആ, മുപ്പതിന് ചെരുപ്പ്. ഇത് കൂടാല്ലേ? ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടന്നത് കേട്ടോ. ഇവിടെ വെച്ചാണ് കാട്ടാന. ഇതൊക്കെ ആന ഇതാക്കിയപ്പോൾ വന്നതാ? അല്ല, ഇത് പിന്നെ ഇത് ബ്ലോക്ക് ചെയ്താ, ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത ആൾക്കാർ അങ്ങോട്ട് കിടക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൾക്കാർ കിടക്കാനിരിക്കും അല്ലേ? പിന്നെ ഈ ബോഡിയുടെ ഒരു സ്ഥിതി എന്തായിരുന്നു? ഇത് തലച്ചോറ് പുറത്ത് പോയി. തലച്ചോറൊക്കെ? ഓ, ആന അടിച്ചിട്ട് തേച്ചിക്കണം തോന്നുന്നുണ്ട്, തല അരച്ചു. ഓ, അങ്ങനെ. അപ്പോൾ തലച്ചോറ് അങ്ങനെ എന്താ കുറച്ചു നേരം ആന ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു? ആ, ഉണ്ടായിരുന്നു. ഈ ഭാഗത്തുനിന്ന് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം അറിഞ്ഞത് ഇവിടുന്ന് അയാട്ടെ വന്നിട്ട് അച്ഛനെ ഇനി കാണില്ല എന്ന് പറഞ്ഞിട്ട് താഴെ വന്നിക്കണം. അത്ര താഴെ വരുമ്പോൾ ഇവര് ചേട്ടൻ പറഞ്ഞ അച്ഛൻ്റെ മോൻ. ആ, മോൻ. മൂപ്പരെ പേര് ശരിക്കും എന്തായാലും? ആറുമുഖൻ. മൂപ്പര് മോന് വന്നിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മൂപ്പര് ഒച്ച വിളി, അച്ഛാ അച്ഛാന്ന്. അപ്പോൾ ഇവർ കേട്ടിട്ട് ഇവരും ഇറങ്ങി വന്നിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങൊരു ആന, ഇതിൻ്റെ ഇടയിൽ ആന നിന്നത്ര. ഇവിടെ ആന നിൽക്കുമായിരുന്നു? കുറച്ച് അങ്ങോട്ട് ആന നിന്നിട്ട് മൂപ്പരിനെ ഇവരെ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ കുറച്ച് നേരം നിന്നിട്ട് നോക്കുമ്പോൾ ഇവര് ആന കണ്ടായിരുന്നു. ഇവര് കുറച്ചു നേരം കൂടി നിന്നെങ്കിൽ മൂപ്പര് വിളിച്ചാൽ വരുന്നില്ല. മൂപ്പര് വന്ന് വിളിച്ചു ഇവര് വിളിച്ചു, വീട്ടിലിരിക്കുന്നവര് വന്ന് വിളിച്ചാ? ഓ, വിളിച്ചിട്ട് അത് ആ കോലത്തിൽ കിടക്കുന്ന ആളെ? അല്ല, മോനെ. ഈ ആനയെ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഓടിച്ചിട്ട് രണ്ടുപേരും കൂടി മൂപ്പര് വരാനില്ല. എന്നിട്ട് കൂട്ടിയിട്ട് പോയിട്ട് പെട്ടെന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റത്ര. എന്നിട്ട് മൂപ്പര് കരച്ചില്. മോൻ ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ? എന്നിട്ട് മറ്റേവർ വന്ന് വിളിച്ചിട്ട് പോയിന്നല്ലേ? ഭയങ്കര ദാരുണമായൊരു സംഭവം തന്നെ കേട്ടോ നടന്നത്. അദ്ദേഹത്തിൻ്റെ കോടയാണ് ഈ കാണുന്നത്. അത് അത്ര ദേഷ്യം വരാനായിട്ട് എന്താ കാരണം? എന്താ അത് കാരണം പറഞ്ഞാല് മേലിന് ഒച്ചമ്പിളിയായിരുന്നു. ഓടിച്ചോണ്ട് അതിലാണ് വന്നത്. അങ്ങനെയാണ് ഒച്ചമ്പിളി ഉണ്ടായി. അതില്ല ആ ദേശത്തിന്, അതിന്റെ ദേഷ്യത്തിൽ വന്നല്ലേ? ഈ സമയം വരെ ചോര ഉണ്ടായിരുന്നു? ഓ, അപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ കുറച്ച് മുന്നേ വരെ ഇവിടെ ചോര ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ നമുക്കിവിടെ കാണാം കേട്ടോ. ഇതുണ്ടോ കറയാം കേട്ടോ, ചോരക്കറയാണ്. ചോരക്കറയാം. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് മുന്നേ വരെ ഇവിടെ ചോര തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ മഴ പെയ്തപ്പോൾ, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഒഴുകി പോയി എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ വരുന്നത് പിറ്റേ ദിവസമാണ്, അതായത് മിനിഞ്ഞാന്ന് രാത്രിയാണ് സംഭവം നടന്നത്. ഇന്നലെ എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്, ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ ഈ കാട്ടാന വന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാം. കാപ്പിയൊക്കെ ഒടിച്ച് വളരെ വേഗത്തിൽ പാഞ്ഞ് ഈ ചേട്ടനെ കൊല്ലാനായിട്ട് പാഞ്ഞ് വന്ന് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. നമുക്കിവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇവിടെ എന്താ പറയുക, കമ്പി ഇലക്ട്രിക് ഫെൻസിങ്ങൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാട്ടാനയുടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത്. ഇത് ആ സംഭവം നടന്ന ആ പ്രദേശത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു വീടാണിത്. പേരെങ്ങനെയാണ്? പേര് സ്റ്റിജോ ബെന്നി. അയലോക്കംകാരനല്ലേ? അതെ, അയലോക്കംകാരൻ. മൂപ്പരെ എല്ലാ ദിവസവും കാണുന്നതായിരിക്കും അല്ലേ? പുള്ളിക്കാരനെ എല്ലാ ദിവസവും കാണണം. ജോലിക്ക് പോകുന്ന നേരത്തെ അങ്ങനെ കാണണം. എന്താണ് ആ സംഭവം സ്ഥലം നേരിട്ട് കണ്ടായിരുന്നു? ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? നേരിട്ട് ഞങ്ങളൊരു 7:30-8 മണിയായപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആന ചീർന്ന് വെച്ച് കേട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേക്കുണ്ട് 4 സൈഡിലും ആനയായിരുന്നു. ഓഹോ. അപ്പോൾ അതായത് ഈ പ്രദേശത്തിന്റെ 4 സൈഡിൽ ആന അത് താഴെ മേലെയൊക്കെ ആനയായിരുന്നു. ഇവിടെ എത്ര വീട്ടുകാർ? ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ ആന വരുന്നത് അറിയൂല. പെട്ടെന്ന് ചെറിയൊരു മഴച്ചാറ്റലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇരിക്കാൻ നേരത്തായിരുന്നു ആന ചീറിയ ഒച്ച കേട്ടത്. അപ്പോൾ ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കാൻ നേരത്ത്
പുള്ളിക്കാരൻ നടന്ന് വരുന്നുണ്ടായിരുന്നു. ആ നിങ്ങൾ ഇവിടുന്നാ? അല്ല, നമ്മൾ ആ വീടിൻ്റെ അവിടെ കല്ലൊക്കെ ഇട്ടേക്കുന്ന അവിടുന്ന്. ഇവിടുന്ന്. ഓക്കെ. അപ്പോൾ അവിടെ നോക്കാൻ ഈ വളവ് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ അവിടെ അല്ലേ സംഭവം നടന്നത്? പുള്ളിക്കാരൻ തൊട്ടടുത്ത ഫാമിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പശുവിനെ നോട്ടവും അങ്ങനെ. പുള്ളിക്കാരൻ പശുവിന് വെള്ളം എന്തോ തിളപ്പിച്ച് വെച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴെ നിന്ന് അവിടുത്തെ ചേച്ചി വിളിച്ചായിരുന്നു, ഫാമിലി ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു ചേട്ടൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടോർച്ച് അടിച്ച് കൊടുത്തോണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ആന മേലെ നിന്ന് ഒന്നുകൂടി ചീറിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ മൊത്തം അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഒരു വണ്ടിയും കയറി വന്നായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു വന്നാൽ വണ്ടിക്കാർ ഏതാ വണ്ടിയെന്ന് അറിയില്ല. അപ്പം മേലെ റോഡ് മോശമായതുകൊണ്ട് വണ്ടി കയറിയില്ല. അപ്പോൾ ഞങ്ങളും വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വീട്ടിൽ എത്തിയിട്ടുണ്ടാവുന്ന പുള്ളിക്കാരൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ്റെ മോൻ താഴത്തെ ഫാമിലുള്ള ചേട്ടനോ വിളിച്ച് ചോദിച്ചത്, ഇങ്ങനെ അച്ഛൻ എത്തിയിട്ടില്ലല്ലോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് നേരത്തെ മുന്നേ വന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 9:30-10 മണി ആയിട്ടുണ്ടാവും. ഞങ്ങൾ കിടക്കാനൊക്കെ ഒന്ന് ഒരുങ്ങിയപ്പോഴത്തേക്കുണ്ട് പുള്ളിക്കാരൻ. ഈ സംഭവം നടന്ന 8:30 ആ 8:30 അറിഞ്ഞില്ല. അപ്പോൾ അറിഞ്ഞിട്ടില്ല, വണ്ടിയും ഇതൊന്നും വന്നില്ല. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൻഡിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ എന്തെങ്കിലും നിന്നാൽ പോലും അറിയില്ല. അപ്പോൾ ഒരു 9:30-10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്കുമാണ് പുള്ളിക്കാരൻ കരയുന്ന ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ എണീറ്റ് വന്നത്. എണീറ്റ് വന്നപ്പോൾ ഒരു മകൻ കരയുന്നു, വല്ല ഒച്ചയ്ക്ക് കരയുമായിരുന്നു. കരയുന്ന ഒച്ച കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഉള്ളിൽ നിന്ന് ടോർച്ച് എടുത്ത് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരനെ ആന അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാമല്ലോ അല്ലേ? ഇവിടുന്ന് ആ ബെൻഡിൽ നോക്കിയപ്പോഴത്തേക്കും ടോർച്ച് അടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ തിരിഞ്ഞതും ഈ പുറകിൽ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവിടുന്ന് ആന ഇറങ്ങി വന്നു ഈ ഭാഗത്ത്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ കണ്ടല്ലേ? അതെ, പുള്ളിക്കാരൻ്റെ വീട് ഈ താഴെ. ആന ഇറങ്ങി വന്നതും പുള്ളിക്കാരനെ വലിച്ച് ഉള്ളിലേക്ക് കയറ്റി. അതായത് മകനെയും വിളിച്ച് ഉള്ളിലേക്ക് കയറ്റി. മകനെ താഴെ നിന്ന് വലിച്ച് ഉള്ളിലേക്ക് കയറ്റിയായിരുന്നു. ഉള്ളിലേക്ക് കയറ്റി അപ്പോഴത്തേക്കും മേലെ നിന്ന് വല്യപ്പൻ ഒച്ചയിട്ടായിരുന്നു. ഒച്ചയിട്ടപ്പോഴത്തേക്ക് കോളനിയിലേക്ക് ആന പോയി. പിന്നെയാണ് ഞങ്ങൾ നമ്മുടെ ആന നേരിട്ട് കണ്ടായിരുന്നേ. എന്താണ് അത് ഒരു മോഴയാനയായിരുന്നു. അതാ ഞാൻ ചോദിച്ചേ, കൊമ്പനാനയാണോ മോഴയാനയായിരുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു. പാടിയിലേക്ക് 2 എണ്ണം പോയായിരുന്നു. ഈ കാപ്പിക്കാട്ടിലൊക്കെ ആയിരുന്നു ആ സാധനം ഉണ്ടായിരുന്നത്. ആ മാവിന്റെ അതിൽ വലിയ ആനയായിരുന്നല്ലേ? അങ്ങനെ വലിയ ആനയല്ലേ? അത്യാവശ്യം അല്ല, ഇങ്ങനത്തെ എന്താ അവസ്ഥയിലായിരുന്നു നിങ്ങൾ പോയി? നിങ്ങൾ എന്നിട്ട് അതിന് ശേഷമാണ് പോയേ? അല്ല, ഞങ്ങൾ അപ്പോഴത്തേക്ക് ആന വന്ന ഞങ്ങൾ ആകെ പേടിച്ചേ. ആന പുറകിൽ വന്നപ്പോൾ അറിഞ്ഞില്ല ആന പുറകിലുണ്ടെന്ന് പോലും. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഉള്ളിലേക്ക് ആ പുള്ളിക്കാരനെ വലിച്ചിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത്, പുള്ളിക്കാരനെ വിളിച്ച് ഉനൈസ് ബാബു പുള്ളിക്കാരനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ബാക്കി കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വന്ന് ബാക്കി എല്ലാം കാര്യങ്ങൾ ചെയ്തത്. അപ്പം നേരിട്ട് അവിടെ പോയി ആ സ്ഥലത്ത് നിങ്ങൾ ആളുകളൊക്കെ വന്നതിന് ശേഷമാണ് നിങ്ങൾ പോയത്? അല്ല, ഞങ്ങൾ അതിന് മുന്നേ വന്നിട്ട് ആന വന്ന് പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പേടിയായി. പിന്നെ പുള്ളിക്കാരനൊക്കെ വന്ന് ആൾക്കാരൊക്കെ അത്യാവശ്യം ആൾക്കാർ വന്ന പിന്നെയാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്നും അറിയില്ല. എന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുടയൊക്കെ സൈഡിലും തിരിഞ്ഞാ കിടന്നിരുന്നത്. തല ഇവിടുന്ന് ഇങ്ങനെ പൊളിഞ്ഞിട്ട് തലച്ചോറ് 3 സൈഡിൽ കൂടെ ഇങ്ങനെ ചെതറി കിടക്കുക. കാണാൻ തന്നെ നമുക്ക് പറ്റൂല. വേറെ മേത്തൊന്നും അങ്ങനെ മേത്തൊന്നും ചവിട്ടും തലയ്ക്ക്. പുള്ളിക്കാരൻ എത്ര മക്കള് 2 പേരല്ലേ? മൂത്ത ആള് വാസുദേവൻ, രണ്ടാമത്തെ വനിത. അതിനുശേഷം പിന്നെ നിങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചോ? അല്ല, അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചല്ലേ? അപ്പോൾ അവർ വന്നാ അപ്പോൾ തന്നെ? അവർ അപ്പം തന്നെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അവരാ ചെയ്തു. പിന്നെ എന്നിട്ട് എന്താ രാത്രി തന്നെ ബോഡി കൊണ്ടുപോയോ? അതെയോ? എല്ലാ ഫോറസ്റ്റുകാരൊക്കെ വന്ന് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാനും ഫെൻസിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇത് ഈ താഴെ വന്നിട്ട് ലൈറ്റ് ഇല്ല, ഇവിടം വരെ മാത്രമേ ഉള്ളൂ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി വരുന്നത്? പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, അതാണ് നമുക്കൊരു പേടി. ഇതുപോലെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഈ വഴിക്ക് ഒരു ലൈറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? അതായത് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ മാത്രം ലൈറ്റ് ഉണ്ട്, താഴേക്കുള്ളതിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കണ്ട വഴിക്കൊന്നുമില്ല. ഇവിടുന്ന് താഴെ പോകുന്ന ജംഗ്ഷൻ വരെ ഒന്നും ലൈറ്റ് ഇല്ല. പിന്നെ കവലയ്ക്ക് മാത്രമേ ഉള്ളൂ ലൈറ്റ്. എന്നും എന്ന് പറയുന്ന പോലെ ആന തന്നെയല്ലേ? ആന ഡെയിലി ആനയാണ്. അതെ, അത് 4 മൂലയ്ക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന സ്ഥലത്താന്ന് പറയാൻ പറ്റില്ല. അതെ. സ്കൂളിൽ പോയതായിരിക്കും അല്ലേ? സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും അല്ലേ? ഇവിടെ സ്കൂളിൽ പിള്ളേരെ കൂട്ടിക്കൊണ്ട് വരും കേട്ടോ. ഇപ്പം ആനപ്പഴിയുണ്ട്. നമുക്ക് പേരെന്നാ? கோரி முகமது. அடிக்கடி இங்கே ஆனை வருவாங்க? அடிக்கடி இப்போ தான் அந்த யானை வழித்தரன்னு சொன்ன பிறகு தான் நிறைய யானைகள் வர ஆரம்பிச்சிருக்கு. அதுக்கு முன்னாடி ஒன்றும் கிடையாது. யானை செத்து முதலாக செத்தது இங்கே இது மட்டும்தான். இதுக்கு முக்கிய காரணம் என்னென்னா யானை அடித்தது மட்டும் இல்லை,
இங்கே வந்து லைட்டு சுத்தமாக இல்லை, நைட்டில் செம்ம இருட்டாக இருக்குது. அது போக ரோடு வந்து ரொம்ப வருஷமாக இப்படியே தான் இருக்குது, ரொம்ப மோசமாக இருக்குது. யானை வந்து பார்த்தா கூட ஓட முடியாது, அந்த மாதிரி தான் இருக்குது. லைட் இல்லாத பிரச்சனைனாலன்னா ஒரு ஆள் தப்பிக்க முடியாமல் போச்சு, இல்லைன்னா காப்பாற்றிருக்கலாம். ஃபாரஸ்ட்காரங்களை என்ன சொன்னேன், இந்த ஃபாரஸ்ட்காரங்க என்ன சொன்னாங்கன்னா நாங்கள் லைட்டு போட்டு கொடுத்துறோம், ரோடுக்கு ஏற்பாடு பண்ணி கொடுக்குறோன்னு சொல்லியிருக்காங்க. ஆனால் ஒவ்வொருத்தரும் இப்படி தான் சொல்கிறாங்க, எந்த முன்னேற்றமும் இல்லை அப்படின்னு சொல்லி இங்கே உள்ள மக்கள்லாம் சொல்லிட்டு இருக்காங்க. பசங்களை வந்து ஸ்கூல் ஓட்டுறதுக்கு ஏதாச்சும் சிரமம்? டெய்லி நீங்கள் இந்த மாதிரி பசங்களை எல்லாம் கூட்டிகிட்டு வருங்க? ஆமாம். இந்த பிரச்சனை இருக்குதானே? ஆமாம் ஆமாம், டெய்லி கிடைக்கிட்டா. ஸ்கூலில் பொறுத்த வரைக்கும் பிள்ளைங்க ஸ்கூலுக்கு அழைச்சிட்டு போகிறதும் கஷ்டம், அழைச்சிட்டு வரதும் கஷ்டம். ஒரு ட்ரிப் நாங்கள் பைக்கில் போகும்போது 3 பேரும் கீழே விழுந்துட்டோம். 3 பேர் கீழே விழுந்து 3 பேருக்கும் அடிபட்டுச்சு. அதனால் எப்போதுமே போகும்போது ரொம்ப கஷ்டப்பட்டு, வரும்போது கஷ்டப்பட்டு தான் வர வேண்டியது. 5 மணிக்கு மேலே இந்த இடத்த விட்டு வெளியில் போக முடியாது, காலையிலையும் 8 மணிக்கு முன்னாடியும் இடத்த விட்டு போக முடியாது. அப்படி ஒரு சுச்சுவேஷன் மாதிரி தான் இருக்குது. ஒரு ஹவுஸ் அரெஸ்ட் பண்ண மாதிரி தான் எல்லாருமே இங்கே இருந்துகிட்டு இருக்கோம். ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു ഫ്രാൻസിസ്. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. എല്ലാ ദിവസവും രാത്രി വൈകുന്നേരങ്ങളിൽ ഒരു 7 മണിയാകുമ്പോഴത്തേനും ആന വരുന്നു. അതിനൊരു ഫലപ്രദമായ നടപടിയൊന്നുമില്ല. റോഡ് വളരെ മോശം. പിന്നെ ആനയുടെ ശല്യം ഭയങ്കരമാണ്. 7 മണിയാകുമ്പോഴത്തേനും വരുന്നു, അവരിങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങുകയാണ് ആന പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കവുങ്ങ്, പ്ലാവ്, ഇപ്പോൾ ചക്കകളാണ് മെയിൻ പ്രശ്നം. ചക്കയില്ലേലും ആന വന്നിട്ട് കവുങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. മെയിൻ ആദായം കവുങ്ങാണ്. പിന്നെ ആന നടക്കുമ്പോൾ കാപ്പി എല്ലാം മറിയും, എല്ലാം പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അയൽവക്കക്കാരനായിട്ടുള്ള ഇതാക്കിയില്ലേ? ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഒരു 7:30-8 മണിയോടനുബന്ധിച്ച് താഴെ ഒരു ഫാമിൽ നിന്ന് കയറി വരുമായിരുന്നു. അയാളോട് ചെറിയ പണിയൊക്കെ ഉണ്ട്. കയറി വരുന്നതൊക്കെ ആനയൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് സ്പോട്ടിലെത്തി, മരിച്ച ഉടനെ ഞങ്ങൾ എത്തി. നമ്മുടെ അയൽവക്കത്തുള്ള ഇവർ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. പഞ്ചായത്ത് വൈസ് ചെയർമാനും ഗസറ്റിൽ വന്നിട്ടാണ് ഞങ്ങളെല്ലാമാണ് ഫോറസ്റ്റുകാരെ വിളിച്ചറിയിക്കുന്നതും പോലീസിനെ വിളിച്ചറിയുന്നതൊക്കെ ഞങ്ങളെല്ലാം വിളിച്ചറിയിച്ചിട്ടാണ് ചെയ്തത്. അയ്യോ, ഇങ്ങനെ ആളുകൾ മരിക്കുന്ന സംഭവം ഇപ്പം എല്ലാ ആളുകൾ ഇഷ്ടം പോലെ. കഴിഞ്ഞ പോലെ അപ്പുറത്തൊരു ആദിവാസി മരിച്ചു. പിന്നെ ഈ അടുത്ത് തന്നെ ബിദർക്കാട് ഒരാൾ മരിച്ചു. ഇവിടെ ഇപ്പോൾ ഇത് ആളെ ഈ ലൊക്കാലിറ്റിയിൽ അവിടുത്തെ ആദ്യമാണ്. തൊട്ടടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് ആദിവാസിനെ കഴിഞ്ഞ കൊല്ലം അടിച്ചു പോകുന്നത്. ഫോറസ്റ്റുകാരുടെ ഇതെന്താ, അവരിന് സഹകരണം ഉണ്ടോ? ഫോറസ്റ്റുകാർ സഹകരണം എന്ന് പറഞ്ഞാൽ അവർ ആന ഇറങ്ങി ഓടിക്കാനൊക്കെ അവർ വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമല്ല. ട്രെഞ്ചൊക്കെ ഒന്ന് ഉസാറാക്കിയാൽ മാത്രമേ, ട്രെഞ്ചിന്റെ പണിയാണ്. ട്രെഞ്ച് ചിലയിടത്തെല്ലാം തൂർന്നു പോയി. ആ തൂർന്നു പോയതിൻ്റെ പുറത്ത് അങ്ങനെ ഒരു എന്താ പറയുക, അവർ അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി, JCB ഒന്ന് ക്ലിയർ ആക്കിയാൽ മാത്രമേ അത് ആനയുടെ ശല്യം കുറയുകയുള്ളൂ. അവർ ഇന്നലത്തെ ചർച്ചയിൽ ട്രെഞ്ച് ക്ലിയർ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടുതരാമെന്ന് പറയുന്നു. ഇവിടെ 2 സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇയാൾ മരിച്ചോണെന്ന് നിർബന്ധമില്ലായിരുന്നു. വെട്ടത്തിൽ അയാൾ കാണാൻ പറ്റിയില്ല. EB-കാരുടെ അനാസ്ഥയാണ്. EB-കാരൊക്കെ ഇവിടെ ഭൂമിക്ക് പട്ടയില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട്, ഭൂമിക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവര് നിങ്ങളുടെ സ്ഥലത്തിനൊന്നും പട്ടയില്ല. ഇവിടെ പട്ടയുള്ളതാണ്. ഈ ആന മരിച്ചതിന്റെ സൈഡിലുള്ള സ്ഥലം പട്ടയുള്ളതാണ്. പല സ്ഥലത്തിനും പട്ടയില്ല. ആന മരിച്ചപ്പോൾ ആന നിന്ന സ്ഥലം പട്ടയുള്ളതാണ്. ആനകളെ കൊന്നതിന്റെ അതിലുള്ള പട്ടയാണ്. നിങ്ങളുടെയൊക്കെ സ്ഥലത്തിനൊക്കെ പട്ടയാണ്? ഞങ്ങൾക്ക് കുറച്ച് പട്ടയുള്ളതും പട്ടയില്ലാത്തതൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളുകൾ? 45 വർഷം 50 വർഷം മേലെ പഴക്കമുള്ള തന്നെ ഭൂരിഭാഗം ആൾക്കാരുടെ. ഇപ്പൊ ഈ മരിച്ച ആളിവിടെ ജനിച്ചു വളർന്ന ആളാണ്. അവർ പരമ്പരാഗതമായിട്ട് ഇവിടുത്തെ ആൾക്കാരാണ്. എത്ര വയസ്സുണ്ടാവും അവർക്ക്? 62-65 വയസ്സിൻ്റെ അടുത്തുണ്ടാവുള്ളൂ. മരിച്ചുപോയ ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇവരുടെ വീട് തൊട്ടടുത്തടുത്തുള്ള ആളുകളാട്ടെ ഇപ്പോൾ സംസാരിച്ചാൽ. ഇവരുടെ വീടിൻ്റെ ഇവിടുന്ന് ഒരു 100 മീറ്റർ താഴെയാണ് ഈ ഒരു അപകടം നടന്നത് കേട്ടോ. അത്ര അടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം വീട്ടിൽ ജീവനോടെ തിരിച്ചെത്താൻ പോലുമുള്ളൊരു സാഹചര്യം ഈ നാട്ടിലുള്ള മനുഷ്യർക്കില്ല. ഈ നാട്ടിൽ നിന്നും മാത്രമല്ല, കാട് ഒക്കെ അടുത്തുള്ള എല്ലാ പ്രദേശത്തുള്ള ആളുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബിന്നി. എന്താ ചേട്ടാ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 6 മാസമായിട്ട് രാത്രി ഒരു 7 മണിക്ക് ആന ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരം വെളുത്ത് ഒരു 7 മണിയാകുമ്പോൾ ആന ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് പിന്നെ ദൂര സ്ഥലങ്ങളിൽ പണി കഴിഞ്ഞ് വരുന്ന ഒരു 8 മണീൻ്റെ ബസ്സുണ്ട് ഇവിടെ. ആ ബസ്സിന് നമ്മളിവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ തൊട്ടടുത്തേക്ക് കയറി വരാൻ പറ്റുന്നില്ല. അതൊരു ആനശല്യമാണ്. ഇപ്പോൾ മിനിഞ്ഞാന്ന് മരിച്ച പുള്ളിയാണെങ്കിലും അതായിട്ട് പണി കഴിഞ്ഞ് വന്ന് വരുന്ന സമയത്താണ് ആനകളൊക്കെ ദിവസം കാണുന്ന ആളല്ലേ? ദിവസം കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ രാവിലെ വന്ന് പുള്ളി വിളിച്ചിട്ടേ പോകും. ഏത് സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും തിരിച്ചു വരുമ്പോഴും വിളിക്കും, എല്ലാം വിളിക്കും. ഞാനും ആണെങ്കിലും ശരി പണി കഴിഞ്ഞ് വരുമ്പോൾ ഈ നേരമാവും. ഈ സംഭവം നടന്നാണെങ്കിലും ഒരു 100 മീറ്റർ അപ്പുറന്നല്ലേ? 100 മീറ്റർ വീട്ടിലെത്താനായിട്ട് ഒരു 100 മീറ്റർ ഉള്ളൂ. 100 മീറ്റർ ഇല്ല, ഒരു 50 മീറ്റർ അത്രേ ഉള്ളൂ. ആന അടിച്ച സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്താൻ ഒരു 50 മീറ്റർ ദൂരേ ഉള്ളൂ.
ഇവിടെ ഇഷ്ടംപോലെ വീടുകളുള്ളതേ. ഇഷ്ടംപടി വീടുകളുണ്ട്. ഇവിടെ കോളനികളുണ്ട്, ആദിവാസി കോളനി ഉണ്ട്. മേലേക്ക് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപടി വീടുണ്ട്. താഴെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപടി വീടുകളുണ്ട്. പിന്നെ വീട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞാൽ ഇറങ്ങാം, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആ സമയത്ത് ഫോറസ്റ്റുകാരെയൊക്കെ നിങ്ങൾ അപ്പോൾ വിളിച്ച് അപ്പം തന്നെ വന്നു? അത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അയലോക്കംകാരെ വിളിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നടന്ന സംഭവത്തിൽ പിന്നെ ഇവരെ വിളിക്കാൻ പറ്റും, അയലോക്കംകാരെ വിളിക്കുക. അതായിട്ട് ഇപ്പോൾ നമ്മൾ വാർഡ് കൗൺസിലറെ വിളിക്കുക, പിന്നെ വൈസ് ചെയർമാനെ വിളിക്കുക. ഇവരെയൊക്കെ വിളിച്ചിട്ടാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിനും ആനയാണ്. ആനയായതുകൊണ്ട് ഞങ്ങൾ വരാൻ ഇച്ചിരി എല്ലാവരും ബുദ്ധിമുട്ടാണ്. പിന്നെ അയലോക്കത്തുള്ള എല്ലാവരെയും വിളിച്ച് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് നേരെ ഫോറസ്റ്റുകാർക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, പോലീസുകാർക്ക് വിളിച്ചു പറഞ്ഞു, വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മുടെ വൈസ് ചെയർമാനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരൊരു ഒന്നരയോട് കൂടിയിട്ടാണ് ഫോറസ്റ്റുകാർ വരുന്നത്. വന്ന് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബോഡി എടുക്കാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ബോഡി എടുത്ത് പോയി. ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറയേണ്ടത് പറഞ്ഞ് എഴുതി ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഞങ്ങൾ ഗൂഡല്ലൂർ പോയിട്ട് ഇതാക്കുക. എന്താ ഇപ്പോൾ അവരെന്താ സാധാരണ എല്ലായിടത്തും നടത്തുന്ന പോലെ വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കും അല്ലേ? എല്ലായിടത്തും നടത്തുന്നവരുള്ള വാഗ്ദാനങ്ങളാണ് അവരും പറഞ്ഞിരിക്കുന്നത്. പൈസയുടെ കാര്യം അല്ലേ? പൈസേൻ്റെ കാര്യവും അതായിട്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു 3 ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഇതിൽ പിന്നെ കഴിച്ചു കാണും. ആ ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുകയില്ല. മറ്റു ഉദ്യോഗസ്ഥന്മാർ പറയും ഫോറസ്റ്റുകാർ പറയാതെ നടത്താൻ പറ്റില്ല, അവിടെ പിന്നെ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഏതാ ഫോറസ്റ്റിൻ്റെ സ്ഥലം? ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ പെട്ട സ്ഥലമെന്നാണ് പറയുന്നത്. ഇതൊക്കെയോ? ഇതൊക്കെ. അപ്പോൾ ഇത് ആളുകളുടെ കൃഷി സ്ഥലമല്ലേ? ഞങ്ങളിപ്പോൾ കൃഷി ചെയ്തിട്ട് ഒരു 10-50 വർഷം ആയേക്കണം. ഇപ്പോൾ പുതിയ ഇത് വരുമ്പോൾ എൻക്രോച്ച്മെൻറ്റ് ഇത് വരുമ്പോൾ ഇവർ പറയണത് അങ്ങനെയാണ്, ചോല വെട്ടാൻ പാടില്ല, മരം മുറിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ കമ്പ് പോലും പറ്റും. ഇപ്പോൾ ബോസ്ഫറ പള്ളിയിൽ തന്നെ ഞങ്ങൾ പള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പൊതുപ്പണിയായിട്ട് മരം വെട്ടിക്കൊണ്ടിരുന്ന തന്നെ ഫോറസ്റ്റുകാർ വന്ന് തടഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായി ഇവിടെ ആന ഒരെണ്ണം കറണ്ട് അടിച്ച് കത്തു. അന്ന് ഒരു മനുഷ്യൻ്റെ വിലയെ കഴിഞ്ഞും കൂടുതലാണ് ഒരു ആനയ്ക്ക് അവർ വിലയിടുന്നത്. എല്ലാവരും വന്ന് കാണും. എല്ലാം ഉദ്യോഗസ്ഥന്മാർ കംപ്ലീറ്റ് എവിടെ നിന്നൊക്കെയോ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണ് വന്നത്. ഒരു മനുഷ്യന് ഇവിടെ മരിച്ചു കിടക്കുകയാണ്, ആന എവിടെ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനാണ് ഫോറസ്റ്റുകാർ. ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടായിരുന്നല്ലോ? സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് പരമാവധി പുള്ളി ഓടാനെങ്കിലും അവസരം കിട്ടിയാണ്. നേരെ ഇതിൻ്റെ മുമ്പിൽ ചെന്ന് വിട്ടല്ലേ? നേരെ മുന്നിൽ ഞാൻ പുള്ളിക്ക് ടോർച്ച് അടിച്ച് കൊടുത്ത് പുള്ളി ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ റൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. നേരിട്ട് കാണുന്നുണ്ട് ഈ സംഭവം? നേരിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുള്ളി കയറി വരുന്നു. ആനനെ കാണുന്നില്ല. താഴെ ആ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ആനനെ നമുക്ക് കാപ്പിത്തോട്ടായതുകൊണ്ട് കാണാൻ കഴിയണില്ല. പുള്ളീനെ ഞാൻ വിളിച്ചു 6 വട്ടം നിങ്ങൾ കയറി വരേ എന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ കുട എടുത്ത് നോക്കിയാന്ന് പറഞ്ഞിട്ട് പുള്ളി കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ബാക്കിൽ ആന നിൽക്കുന്നത്. ആനയുണ്ടെന്നും പറഞ്ഞ് ഞാൻ ബാക്കിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് ഇച്ചിരി മേലേക്ക് കയറിയത്തേനും പുള്ളി അവിടെ ആന കൊന്നു. ആന കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് ഫോൺ വരുന്നത്. പിന്നെ 6 വട്ടം വീട്ടിലെത്തിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇവൻ താഴെ വീട്ടിലേക്ക് വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടാവും നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് പുള്ളി വന്നേ ഇല്ല, വരേണ്ട ടൈം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പോൾ മോന് അതായത് 6 വട്ടൻ്റെ മൂത്ത മോന് പോവുകയാണ്. ഓടി പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഇവന് അങ്ങോട്ടോ ഓടുന്നതെന്ന് വെച്ചാൽ ഞാൻ ബാക്ക് കൂടെ മെല്ലെ നടന്നുപോയി. ആനനെ ശ്രദ്ധിച്ചു വേണ്ടോ പോകണം. ഇവന് പെട്ടെന്നുള്ള ഇതിൽ പോയതാണ്. പോയി ചെന്ന് ഫസ്റ്റ് കാണുന്നത് ഇതാണ്. ഇവൻ കടന്ന് കാറി ചെന്ന് ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടനും എൻ്റെ മോനും ഭാര്യയും കൂടെ കൂടിയിട്ട് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് വീടിൻ്റെ തൊട്ടടുത്ത് ആന നിൽക്കുന്നത്. എന്നെ വിളിക്കുന്നു, കാറിക്കൊണ്ട് വിളിക്കുകയാണ് ഓടി വാന്ന്. വാസുദേവൻ പറയുകയാണ് ഞാൻ വരുന്നില്ല, എൻ്റെ അച്ഛൻ പോയി, ഞാൻ അച്ഛൻ്റെ ഒപ്പം പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് അവനെ ഞാൻ വലിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടേ ഇരുത്തി. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഫോൺ ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ട് ഞാൻ ഷോക്കിൽ അവനെ വീണുപോയി ആള്. നമുക്കാണെങ്കിലും കാണാൻ പറ്റില്ല. തലയൊക്കെ ചവിട്ടി പൊട്ടിച്ച് വിവരിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ എനിക്ക് തന്നെ എന്തൊക്കെയോ അതായിപ്പോയി. ഇത്രയുള്ളൂ പറയാം ഇനിയിപ്പോൾ. അതെ. അപ്പോൾ ഈ മറ്റേ എന്താ പറയാ ഇപ്പോൾ ഫോറസ്റ്റുകാർ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ട്രെഞ്ച് പഴയ ട്രെഞ്ച് ആന ഇറങ്ങുന്ന ഭാഗം ഫുള്ളായിട്ട് ഇപ്പോൾ ക്ലിയർ ആക്കി ഇതായി സ്ട്രീറ്റ് ലൈറ്റ് ഇടേണ്ട ഇത് സംവിധാനങ്ങൾ ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനി അവരെ പാലിക്കാമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ട് മേലുദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് ട്രെഞ്ചൊക്കെ നോക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അതൊക്കെ വന്ന് നോക്കി അന്നേരം വാട്സപ്പിൽ നമുക്ക് വരുന്നുണ്ട്. അതായത് പിന്നെ റിസർവ് പോർഷൻ്റെ ഉള്ളിലുള്ള ആനനെ പുറത്തുള്ള ആനനെ കംപ്ലീറ്റ് റിസർവ് പോർഷൻ്റെ ഉള്ളിലാക്കിയിട്ട് ഓടിച്ച് കയറ്റിയിട്ട് ട്രെഞ്ചിൻ്റെ പണി
ചിലപ്പോൾ പരമാവധി എടുത്തു തരാം. അത് കഴിഞ്ഞ് ഫെൻസിങ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെൻസിങ് പെട്ടെന്ന് നടക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞിട്ട് വേണമല്ലോ ഇത് ചെയ്ത്. നടത്തിയേക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പരമാവധി അത്ര ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അത് അവർ അത് സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പിക്കറ്റിങ്ങോ സമരത്തിനോ ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. ഒന്നും വേണ്ട. ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളേതായാലും ആറുമുഖൻ എന്ന് പറയുന്ന ആ ചേട്ടനെ ദാരുണമായി കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശത്താണ് നമ്മൾ ഇത്രയും നേരം നിന്നത്. ചേട്ടൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. ചേട്ടൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ആ സംഭവം നേരിട്ട് കണ്ട ആളുകൾ വിവരിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്. അതായത് ഒരു മനുഷ്യൻ്റെ തലച്ചോറ് ചെതറി ഇങ്ങനെ നാല് സൈഡിൽ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്തൊരു കാഴ്ചയായിരിക്കും എന്നൊന്നും നമുക്ക് വിവരിക്കാൻ പോലും പറ്റിയല്ല. ഏതായാലും അത് നമുക്ക് കേൾക്കുമ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതൊക്കെ നമുക്ക് തോന്നും കേട്ടോ. വല്ലാത്തൊരവസ്ഥ തന്നെ. സ്വന്തം വീട്ടിലേക്ക് എത്താനായിട്ട് ഒരു 100 മീറ്റർ മാത്രം ബാക്കിയുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് ആ ചേട്ടന് ഈ ഒരു ദാരുണമായ സംഭവം നടന്നത്. അപ്പോൾ എന്താണ് പറയേണ്ടതെന്നൊന്നും നമുക്കറിയത്തില്ല. ഒരാഴ്ച മുന്നെയാണ് വിതർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഒരാൾ കൊല്ലപ്പെട്ട ഒരു വാർത്ത എടുത്തത്. അതായത് ഈ നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ പല പ്രദേശത്തും ഇതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മൾ വയനാട്ടിലും മറ്റ് മലയോര പ്രദേശങ്ങളിലൊക്കെ കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് ഒരാൾ മരിച്ച കാര്യം അറിഞ്ഞു. അതിന് മുന്നേ നമ്മുടെ പല പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ ആളുകൾ മരിക്കുമ്പോൾ നമ്മളതൊക്കെ കാണാറുണ്ട്, വാർത്തയാകാറുണ്ട്. പക്ഷേ ഈ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ നാട്ടിൽ ഇതൊക്കെ മനഃപൂർവ്വം ഇതൊക്കെ വലിയ വാർത്തയാകാതെ ഒതുക്കാനുള്ള എല്ലാ പരിപാടിയും ഇവർക്കറിയാം. ഇവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പലർക്കും സംസാരിക്കാൻ പോലും പേടിയാണ്. കാരണം ഇവർ അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ ഇവരെ കുച്ചി കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവർക്ക് പലർക്കും പേടിയാണ് സംസാരിക്കാനൊക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം എന്ത് സുന്ദരമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്നവരെന്ത് ഭാഗ്യവാന്മാരാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകും. കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. വലിയ കഷ്ടം തന്നെയാണ്. ആഴ്ചയ്ക്ക് ഇങ്ങനെ ഓരോ ആളുകളുടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ മരിച്ചാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പെർമനൻ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് മാത്രം നമുക്കാർക്കും പറയാനായിട്ട് പറ്റുന്നില്ല. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.